ത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമ്മോട് പറയുന്ന കാര്യം ക്രിസ്തു പറയുക, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ച് കൊള്ളുവിൻ. വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പലരും പലതും പറഞ്ഞ് നമ്മെ വഴി തെറ്റിക്കുന്ന തെറ്റായിട്ടുള്ള പല ധാരണകളും ചിന്തകളും നമ്മളുടെ ഉള്ളിലേക്ക് നൽകുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, മിഷൻ ഞായറിൻ്റെ അല്ലെങ്കിൽ മിഷൻ കലണ്ടറിൽ ഉള്ളത് പാപ്പായുടെ ചിത്രമാണ്, അതുകൊണ്ട് പാപ്പായുടെ ചിത്രം വീട്ടിൽ വെക്കണോ എന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? പാപ്പായെ വേണ്ടേ? മാർപ്പാപ്പ മാതാവിനെതിരായിട്ട് സംസാരിച്ച്, അതുകൊണ്ട് ആ മാർപ്പാപ്പയെ ഞങ്ങൾക്ക് വേണ്ട. ഓർത്തു നോക്കി, മാർപ്പാപ്പ മാതാവിനെതിരായിട്ട് വല്ലതും പറഞ്ഞു, വേണ്ട. പിന്നെ വേറെ ഒരാൾ പറയുകയാണ്, അച്ഛാ, ഇനി മുതൽ വീട്ടിൽ ജപമാല ചെല്ലേണ്ട ആവശ്യമില്ലേ? അപ്പോൾ മാതാവിനോടുള്ള സ്നേഹമൊന്നും വേണ്ടേ? ഓരോരുത്തരുടെയും ഈ തെറ്റായ ധാരണകൾ, ചിന്തകൾ. പിന്നെ യൂണിറ്റുകളിലേക്ക് ചെന്നപ്പോൾ പല യൂണിറ്റുകളുടെയും പ്രധാനപ്പെട്ട സംശയവും ചോദ്യവും ഈ ഒരു വിഷയം തന്നെയായിരുന്നു. ഇന്നത്തെ വചനം വായിച്ചപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആരും നിങ്ങളെ വഴി തെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ വഴി തെറ്റിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. അത് പാപ്പായല്ല, പാപ്പ പറഞ്ഞത് തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ സംശയത്തിൻ്റെയും അബദ്ധ ചിന്തകളുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്ന ചെന്നായ്ക്കൾ ചുറ്റുമുണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അവർ പറയുന്ന രണ്ട് കാര്യം, ഒന്ന്, പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ മറിയം മധ്യസ്ഥ അല്ല എന്ന് പറഞ്ഞു. ഇതെങ്ങനെ ഒരു വിശ്വാസിയായ നമുക്ക് ഉൾക്കൊള്ളാൻ, മനസ്സിലാക്കാൻ പറ്റും? അത് ഇപ്പോൾ ചാർജ് എടുത്തിട്ട് അധികം നാളായിട്ടില്ല പാപ്പ. വന്ന ഉടനെ തന്നെ സഭയെ തകർക്കാനാണോ പാപ്പ ഇത് പറയുന്നത്? എന്ന് ഓർത്തു നോക്കിയേ. ഇപ്പോൾ നമ്മൾ അറിയണം എന്താണ് സഭയുടെ പ്രമാണം അല്ലെങ്കിൽ സഭയുടെ വിശ്വാസ രഹസ്യങ്ങൾ. പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട് സഭ പ്രഖ്യാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന 4 വിശ്വാസ രഹസ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ മറിയം നിത്യ കന്യകയാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, പരിശുദ്ധ മറിയം അമലോത്ഭവ മാതാവാണ് എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ് എന്നുള്ളതാണ്. ഈ 4 കാര്യങ്ങളാണ് സഭ ഇതുവരെ പരിശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട് വിശ്വാസ രഹസ്യമായിട്ട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ 1996 മുതൽ 90 മുതൽ മരിയ ഭക്തരായിട്ടുള്ള ഒത്തിരിയേറെ പേര് പരിശുദ്ധ റോമിലെ ഇപ്രകാരം ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. 5ാമത്തെ പരിശുദ്ധ അമ്മയുടെ വിശ്വാസ രഹസ്യമായിട്ട് ഒരു കാര്യം കൂടെ പ്രഖ്യാപിക്കണം. എന്താണ്? പരിശുദ്ധ മറിയം സഹരക്ഷകയാണ് എന്ന്. അന്ന് സഭ ഭരിച്ചിരുന്നത് ജോൺ പോൾ 2 പാപ്പയാണ്. പരിശുദ്ധ അമ്മയോട് ഒത്തിരിയേറെ സ്നേഹവും അടുപ്പമൊക്കെയുള്ള ഒരു പാപ്പ ആയിരുന്നത് കൊണ്ട് തന്നെ ലഭിച്ച നിവേദനത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് കോൺഗ്രിഗേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ തിരുസംഘം എന്നാണ് ഇപ്രകാരമുള്ള ദൈവജനത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ആ കോൺഗ്രിഗേഷൻ്റെ പേര്, കോൺഗ്രിഗേഷൻ ഓഫ് ഫെയ്ത്ത്. ഇന്നത് ഡെക്കാസ്ട്രി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ വിശ്വാസ തിരുസംഘത്തിന് ഏകദേശം 29 വർഷം മുമ്പ് സമർപ്പിക്കപ്പെട്ട നിവേദനം, അത് ഒറ്റയടിക്ക് തന്നെ മാർപ്പാപ്പ എന്നാൽ ഇന്നാ ഇരിക്കട്ടെ പരിശുദ്ധ അമ്മ സഹരക്ഷകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നതല്ല സഭയുടെ രീതി. ഏതൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുവാൻ ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, ഇതിനെക്കുറിച്ച് അവഗാധമുള്ള ജ്ഞാനികളുണ്ട്, പഠിപ്പുള്ളവരുണ്ട്.
അവരുടെ സമിതിയിൽ പലവട്ടം ചർച്ചകളും വീണ്ടും ചർച്ചകളും കൂടിയാലോചനകളൊക്കെ നടത്തി എന്താണ് വചനം പറയുന്നത്, എന്താണ് സഭാ പാരമ്പര്യം പറയുന്നത്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാര്യം വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയ ദൈവവചനവും സഭാ പാരമ്പര്യവും എന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയ അങ്ങനെ അന്ന് കൊടുത്ത നിവേദനം അത് ഒരു പ്രമാണ രേഖയായിട്ട് ലഭിച്ചത് ലിയോ പാപ്പ വന്ന സമയത്താണ് കൊടുത്തത്. ഈ പാവം പിടിച്ച പാപ്പ എന്ത് ചെയ്തിട്ട് ലഭിച്ച പ്രമാണരേഖ എന്താണോ അത് സഭാമക്കളെ അറിയിക്കണം എന്നുള്ളത് പാപ്പായുടെ ഉത്തരവാദിത്വമാണ്. അതാണ് പാപ്പ ലിയോ 14 പാപ്പ ചെയ്തത്. അല്ലാതെ പാപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, പാപ്പായുടെ ചിത്രം ഉല്ലേഖനം ചെയ്തിട്ടുള്ള മിഷൻ കലണ്ടർ എല്ലാ വീടുകളിലും തൂക്കേണ്ടതാണ്. ഒരാൾക്കും ഇനി സംശയം പാടില്ല. കേട്ടല്ലോ, എല്ലാവരുടെ വീടുകളിലും നൽകപ്പെട്ടിരിക്കുന്ന മിഷൻ കലണ്ടർ തൂക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് പരിശുദ്ധ പിതാവ് ഈ പ്രമാണ രേഖയിലൂടെ നൽകിയിരിക്കുന്നത്? മാത്തർ പോപ്പുളി ഫിദേലിസ് എന്നാണ് ഈ പ്രമാണ രേഖയുടെ ടൈറ്റിൽ തന്നെ. പരിശുദ്ധ മറിയം വിശ്വാസികളുടെ അമ്മ എന്നാണ് ആ ടൈറ്റിൽ തന്നെ. എന്ന് ഓർത്ത് നോക്കിയേ, ഒരു പ്രമാണ രേഖയ്ക്ക് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സഭ നൽകുന്ന സ്ഥാനം എത്രത്തോളം വലുതാണ് എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. പരിശുദ്ധ മറിയം വിശ്വാസികളുടെ അമ്മ എന്നുള്ള പ്രമാണ രേഖയിലാണ് ഈ നിവേദനത്തിന് ചോദ്യത്തിനുള്ള ഉത്തരം സഭ നൽകിയിരിക്കുന്നത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? പരിശുദ്ധ മറിയത്തെ സഹരക്ഷയ ആയിട്ട് പ്രഖ്യാപിക്കണം. സഭ പറഞ്ഞു അത് പറ്റൂല. കാരണം എന്താ? പരിശുദ്ധ മറിയം സഹരക്ഷകയാണ് എന്നുള്ള പഠിപ്പിച്ചാൽ വലിയ മിസ്റ്റേക്ക് ആയിരിക്കും സഭ ചെയ്യുന്നത്. ഇന്നോളം ഈ 2000 വർഷത്തെ സഭയുടെ പാരമ്പര്യവും വിശ്വാസവും എന്താ? ക്രിസ്തുവാണ് ഏകരക്ഷകൻ. അതിൽ വെള്ളം ചേർക്കുന്ന പരിപാടിയായിട്ട് മാറും. ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധ മറിയം സഹരക്ഷകയാണ് എന്ന് നമ്മൾ വിശ്വാസ പ്രഖ്യാപനം നടത്തിയാൽ പറ്റുന്ന അബദ്ധം എന്താ? കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ കുറവ് വന്നു. ആ കുറവ് പരിഹരിച്ചവളായിട്ട് മാറും ആര്? പരിശുദ്ധ മറിയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നോളമുള്ള ക്രൈസ്തവ വിശ്വാസം മുഴുവൻ തെറ്റിപ്പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലായോ? ഇപ്പൊ പരിശുദ്ധ മറിയം രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചു എന്നതുകൊണ്ട് പരിശുദ്ധ മറിയം സഹരക്ഷകയാകില്ല. സഹകരിച്ചു എന്നുള്ളത് പോലും പരിശുദ്ധ മറിയത്തിൻ്റെ ക്വാളിറ്റി അല്ല, ദൈവം കൊടുത്ത ഔദാര്യമാണ്. ദൈവം കൊടുത്ത ഔദാര്യം, തെരഞ്ഞെടുപ്പ് മാത്രമാ പരിശുദ്ധ മറിയത്തെ രക്ഷകന്റെ അമ്മയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ദൈവത്തിൻ്റെ കൃപകളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയം രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചവളാണ്. അതുകൊണ്ട് തന്നെ അവളെ സഹരക്ഷക എന്ന് വിളിക്കാനായിട്ട് പറ്റൂല. സഹകരിച്ചവൾക്ക് അതിൻ്റെ പ്രാധാന്യം ക്രൈസ്തവ സഭ അന്നും കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തിട്ടുണ്ട്, എന്നും കൊടുക്കുക തന്നെ ചെയ്യും. അപ്പം അതുകൊണ്ട് പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല എന്ന സഭയുടെ പഠനം തെറ്റിയിട്ടില്ല. തെറ്റണത് എപ്പോഴാ? ഇന്നലെ വരെ പഠിപ്പിച്ചു പരിശുദ്ധ മറിയം സഹരക്ഷകയാണ്, എന്നിട്ട് ഇന്നൊരു പ്രമാണ രേഖ ഇറക്കിയിട്ട് പരിശുദ്ധ മറിയം സഹരക്ഷകയല്ല എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് തെറ്റുപറ്റി. ഈ 2000 വർഷത്തെ പാരമ്പര്യവും വിശ്വാസത്തിലും പഠിപ്പിക്കാത്ത കാര്യം ഇപ്പോഴും അങ്ങനെയല്ല എന്ന് പറയുന്നത് എങ്ങനെയാ തെറ്റുപറ്റുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ വഴിതെറ്റിക്കാൻ പലരും ഇങ്ങനെ പതിയിരിക്കുന്നുണ്ട്. അല്പവിശ്വാസികളെ, നിങ്ങൾ കുറെ കൂടി ജാഗ്രതയുള്ളവരായിരിക്കണം, ജാഗരൂകരായിരിക്കണം, ഉണർന്നു ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവരായിട്ടിരിക്കണമെന്നാണ് സഭ മക്കളോട് പറയുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധ മറിയം മധ്യസ്ഥയല്ല എന്നുള്ളതാണ്. ഈ പ്രമാണരേഖയിൽ ഒരിടത്തും പരിശുദ്ധ മറിയം മധ്യസ്ഥയല്ല എന്ന ഒരു ടൈറ്റിൽ കൊടുത്തിട്ടില്ല.
എന്താ പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധ മറിയം കൃപകളുടെ ഉറവയല്ല, അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയം ക്രിസ്തുവിന് പകരം നിൽക്കുന്ന മധ്യസ്ഥയല്ല. വളരെ വ്യക്തമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. മധ്യസ്ഥ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മധ്യസ്ഥർ എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിൽക്കുന്നവരാണ്. ഓക്കെ, പിതാവായ ദൈവത്തിനും ദൈവജനത്തിനും ഇടയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. അതാണ് വചനം പറയുന്നത്, പഠിപ്പിക്കുന്നത്. ഇന്നോളം സഭ പഠിപ്പിച്ചിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം എന്താ? ക്രിസ്തുവിലേക്കുള്ള വഴികാട്ടികളാണ്, ചൂണ്ടുപലകയാണ്, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ദീപങ്ങളാണ് ആര്? ഈ പറയുന്ന പരിശുദ്ധ മറിയവും വിശുദ്ധരും. അവർ ക്രിസ്തുവിന് പകരം പിതാവായ ദൈവത്തിനും ജനത്തിനും ഇടയിൽ നിൽക്കുന്നവരല്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയ കുടുംബത്തിൻ്റെ ദുഃഖം കണ്ടിട്ട് പരിശുദ്ധ മറിയം പറഞ്ഞത് എന്താ? അവൾ പിതാവിനും ദൈവജനത്തിനും ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥയായിരുന്നെങ്കിൽ അവൾ പറയുന്നത് എന്താ? ഓ, വീഞ്ഞ് തീർന്നു പോയോ, കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ആര് പറയും? മറിയം പറയും. എന്നിട്ട് ആ കൽഭരണികളിലെ വെള്ളം ഇനി രുചിച്ചു നോക്കുവിൻ, അത് വീഞ്ഞായി മാറണം. പക്ഷെ മറിയം പറഞ്ഞത് എന്താ? ദാ അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അപ്പൊ മറിയത്തിൻ്റെ മാധ്യസ്ഥം എന്ന് പറയുന്നത് ദൈവമക്കളെ ക്രിസ്തുവിലേക്ക് വഴി നടത്തുന്ന മാധ്യസ്ഥമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം. അല്ലാതെ പിതാവിനും ദൈവജനത്തിനും ഇടയിൽ നിൽക്കുന്നതല്ല. അത് ഏതൊരു വിശുദ്ധനും എന്ന് വെച്ചാൽ ക്രിസ്തുവിന് പകരം പരിശുദ്ധ മറിയവും ഇല്ല, വിശുദ്ധന്മാരും ഇല്ല. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഇതിൽ വെള്ളം ചേർക്കാൻ കത്തോലിക്ക തിരുസഭയ്ക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഇന്നോളമുള്ള വിശ്വാസം അത് നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ക്രൈസ്തവ സഭ കോംപ്രമൈസ് ചെയ്യില്ല, അതുറപ്പാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം അതോടൊപ്പം തന്നെ പ്രമാണരേഖയിൽ പറയുന്നത് എന്താ? കൃപകളുടെ ഉറവ ക്രിസ്തുവാണ്. ഉറവയ്ക്ക് മാത്രമേ ഇങ്ങനെ കൊടുത്താലും തീരൂല, പിന്നെയും പിന്നെയും നിറഞ്ഞു വരികയുള്ളൂ. അതാണ് വചനം പറയുന്നത്. ഇന്നത്തെ പ്രമാണരേഖ പറയുന്നത് ക്രിസ്തു കൃപകളുടെ ഉറവയാണ്, പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവളാണ്. രണ്ടാ. പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവൾ, ക്രിസ്തു കൃപയുടെ ഉറവ. പരിശുദ്ധ മറിയത്തിന് ഒരിക്കലും കൃപകളുടെ ഉറവയായിട്ട് നിൽക്കാൻ പറ്റില്ല. പരിശുദ്ധ മറിയത്തിൻ്റെ കൃപ നിറഞ്ഞു എന്ന് പറയുമ്പോൾ അവൾ ഇങ്ങനെ തുറന്നു വെച്ചിരുന്ന അവളുടെ പാത്രം ആരോ ഒഴിച്ചു കൊടുത്തു, അതുകൊണ്ടാണ് നിറഞ്ഞത്. പിടുത്തം കിട്ടിയ പരിശുദ്ധ മറിയത്തിൻ്റെ നിറവ് അത് മറ്റൊരുവൻ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് കിട്ടിയ നിറവ. ഉറവയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കേണ്ട തനിയെ വരുന്നതാണ്. അപ്പോൾ ഈ പ്രമാണരേഖ വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്ന കാര്യം, പരിശുദ്ധ മറിയം കൃപ നിറഞ്ഞവൾ, ആ നിറവ് പിതാവായ ദൈവം പുത്രനിലൂടെ നിറച്ചു കൊടുത്ത കൃപയാണ്. എന്നാൽ ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? കൃപകളുടെ ഉറവയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന് പകരം വയ്ക്കുന്ന മധ്യസ്ഥയല്ല ആര്? പരിശുദ്ധ മറിയം. ഇതിൻ്റെ അർത്ഥം എന്താ? പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥനകൾ, പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള പ്രാർത്ഥനകൾ ഒന്നും വേണ്ട എന്നല്ല. സഭയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ അപ്പോസ്തലന്മാർ ചിതറിക്കപ്പെട്ടപ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നിർത്തി തിരുസഭയുടെ അമ്മയായിട്ട് സഭയെ വളർത്തിയ പരിശുദ്ധ അമ്മയ്ക്ക് അന്ന് കൊടുത്ത സ്ഥാനം ഇന്നും സഭയിലുണ്ട്, ഒരു കുറവുമില്ല. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഈ സഭയ്ക്ക് ഒരമ്മയുണ്ട് എന്നുള്ളത് തന്നെയാ, അതിനൊരു കുറവുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിന് പകരമല്ല പരിശുദ്ധ മറിയം എന്നുള്ളത്. നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നവരാ. പൊതുവെ നമ്മൾ കരുതുന്നത് എന്താ? ജപമാല പ്രാർത്ഥന എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന എന്നാ. തെറ്റ്. ജപമാല പ്രാർത്ഥന പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന അല്ല. പിന്നെന്താ? ജപമാല പ്രാർത്ഥന എന്ന് വെച്ചാൽ
പരിശുദ്ധ അമ്മയോടൊപ്പം സുവിശേഷ രഹസ്യങ്ങളെ കുറിച്ചുള്ള ധ്യാനമാണ്, പ്രാർത്ഥനയാണ്. രണ്ടാണ്. ഇന്നോളം നമുക്ക് കരുതിയേക്കണ എന്താ? ജപമാല ചെല്ലുക എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാ. അല്ല, അമ്മയുടെ മടിയിലിരുന്ന് മക്കളായ നാം സുവിശേഷത്തെ ധ്യാനിക്കുന്നതാണ് ജപമാല. അതുകൊണ്ടാണ് പറയുന്നത് ജപമാല കുടുംബത്തിൻ്റെ കുർബാനയാണ്. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് കുർബാനയാകും? അല്ല, പരിശുദ്ധ അമ്മയോടൊപ്പം ഇരുന്ന് മടിയിലിരുന്ന് മക്കൾ സുവിശേഷത്തിൻ്റെ ധ്യാനമാണ്. ഈ രഹസ്യങ്ങളൊക്കെ എന്താ? സുവിശേഷത്തെ ഇങ്ങനെ അരച്ച് കലക്കി എല്ലാ മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ നൽകിയിരിക്കുന്ന 20 രഹസ്യങ്ങളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ധ്യാനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണവും ഉത്ഥാനവും അവൻ്റെ തിരിച്ചുവരവും പ്രഘോഷിക്കുന്ന അല്ലെങ്കിൽ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് എന്ത്? ജപമാല പ്രാർത്ഥന. അതുകൊണ്ട് ഇനി മുതൽ, ഇപ്പം നാളെ വേണമെങ്കിൽ അടുത്ത വിമർശനം വരും, ഇതേ പാലാരിവട്ടം പള്ളിയിലെ വികാരിയച്ഛൻ വിളിച്ച് പറഞ്ഞേക്കണ് ജപമാല പ്രാർത്ഥന അത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ല. വലിയ വിവാദത്തിന് കാരണമായി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായ. പക്ഷെ എന്താ? ജപമാല പ്രാർത്ഥന അത് പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന മക്കൾ സുവിശേഷ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഭ പഠിപ്പിച്ചത് ഒരു നുള്ളുപോലും തെറ്റില്ല എന്ന് മാത്രമല്ല, ഇങ്ങനെ വ്യക്തതയില്ലാതെ പോയിരുന്ന സഭയിലെ ചില പ്രസ്ഥാനങ്ങൾക്ക് സഭ നൽകിയ കൃത്യമായ മറുപടിയാണ് ഈ പ്രമാണ രേഖയിലുള്ളത്. അതുകൊണ്ട് അതിരുകരങ്ങളും നീട്ടി നമ്മൾ സ്വീകരിക്കുകയും ഇതുപോലെ വഴി തെറ്റിക്കുവാനായിട്ട് നമ്മുടെ വീടുകളിലൂടെ കയറി ഇറങ്ങിയവരെയൊക്കെ ചെന്നായ്ക്കളായി കണ്ട് ആട്ടിപ്പായിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ തളർന്നിരിക്കാതെ ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തിയതുപോലെ ശിരസുയർത്തി നിൽക്കുവിൻ. അഭിമാനത്തോടെ തൻ്റെ ഇടത്തോടെ ഞങ്ങൾക്കൊരമ്മയുണ്ട്, ജീവിതത്തിൻ്റെ ബലക്ഷയങ്ങളിൽ ഞങ്ങൾ തളരാതിരിക്കാൻ കൂടെ നിൽക്കുന്ന ഒരമ്മയുണ്ട്. കാൽവരി കയറിയ കർത്താവിനോടൊപ്പം നടന്ന് കുരിശുമായി വീണപ്പോൾ മൈ ഡിയർ സൺ ഐ ആം വിത്ത് യു, എൻ്റെ കുഞ്ഞെ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കുരിശെടുക്കാൻ ബലം കൊടുത്ത അമ്മ നമുക്കുണ്ടെന്ന അഭിമാനത്തോടുകൂടെ നമുക്ക് ഈ ബലിയർപ്പണം തുടരാം. എഴുന്നേറ്റ് നിൽക്കാം.